അനാവശ്യമായത് കണ്ടാല് മനസ്സിലതിന്റെ ചിത്രം വരുമോ? ചിത്രം വരും. അനാവശ്യമായ വിഷയങ്ങളിൽ പങ്കെടുത്താൽ അതിന്റെ ഒരു കുറവ് മനസ്സിനുണ്ടാകുമോ? ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു വിഷയവും കേൾക്കാതെ, അത്തരത്തിൽ ഒന്നിനും സമയം കളയാതെ, അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും കാണാതെ കഴിവിന്റെ പരമാവധി അനാവശ്യങ്ങളിൽ നിന്ന് മാറി ജീവിക്കണം. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യങ്ങൾക്ക് വേണ്ടി സമയം കളയരുത്. അനാവശ്യം കാണുന്നതിന്, കേൾക്കുന്നതിന് വേണ്ടി ആകരുത് നമ്മുടെ സമയം മുഴുവനും തീർക്കുന്നത്. കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും. കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഒരു പാട്ട് കേൾക്കട്ടെ, മദ്ഹിനെ മുന്തിച്ചോളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹുകൾ ധാരാളമില്ലയോ? ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ മദ്ഹുകൾ ധാരാളമില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഇരുന്ന് കേട്ട മദ്ഹല്ലേ ബദരീങ്ങളെ മദ്ഹ്. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? റുബയ്യ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, എന്റെ കല്യാണ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലേക്ക് വന്നു. എന്റെ വീട്ടിൽ വന്നപ്പോ ചെറിയ കുട്ടികൾ ദഫ് മുട്ടിയിട്ട് പാട്ട് പാടുന്നുണ്ട്. ചെറിയ കുട്ടികൾ ദഫ് മുട്ടിയിട്ട് പാട്ട് പാടുന്നുണ്ട്. ബദർ ദിവസത്തിൽ ഷഹീദായി പോയ ഉപ്പാപ്പമാരെ പറ്റി മക്കൾ അങ്ങനെ പാട്ട് പാടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കട്ടിൽ ഇരുന്നിട്ട് കുട്ടികളെ പാട്ട് നന്നായി ശ്രവിക്കുന്നു. ദഫ് മുട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഫ് മുട്ടിയിട്ട് പാട്ട് പാടുമ്പോ, ബദരീങ്ങളെ മദ്ഹ് പാടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നത് കേട്ടു എന്നതും, കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറഞ്ഞു ഒരു കുട്ടി പാട്ട് പാടിയപ്പോ നേരത്തെ പാടിയ ബദരീങ്ങളെ പാട്ട് തന്നെ പാടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു എന്നും ഹദീസിൽ കാണാം. ബദരീങ്ങളെ മദ്ഹ്, മരണത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തുന്ന പാട്ടുകൾ, കൊട്ടും കൊരവയും കൂടെയില്ലാത്തത്. കൂടെണ്ടെങ്കിൽ പിന്നെ അവിടെ മരണമൊന്നും ആകൂല, മനസ്സിലേക്ക് കൂടുതൽ താളം വെച്ച് വരിക. എല്ലാറ്റിന്റെയും കൂടെ അത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ചെലവ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. പഴയ കാലത്ത് ഒരു മ്യൂസിക്കും ഒന്നും ഇല്ലാതെ നല്ല ആത്മീയതയെ ഉണർത്തുന്ന നല്ല നല്ല ഗാനങ്ങൾ ഉണ്ടായിരുന്നു, പാട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ചെലവ് കൂടി കിട്ടാൻ വേണ്ടി, കാശ് കൂടുതൽ പല ആൾക്കാർക്കും കിട്ടാൻ വേണ്ടി പലരും ഇഹ്റാം കെട്ടിയിട്ട് പലതും ഇങ്ങനെ ചെലവാക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഒരു വാള് കേൾക്കാൻ തന്നെ മനുഷ്യന്മാര് പരസ്യം കണ്ട് 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 മടുത്തുവാണ്. എത്ര പരസ്യങ്ങളാണ് ഓരോരുത്തർ അതിൻ്റെ ഇവിടെ കൂടെ തിരികെ കൂറ്റി കെട്ടി വിട്ടുന്നത്. ആൾക്കാരത് കണ്ട് ചടച്ചു പോവാ. പിന്നെ അത് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഇടങ്ങേറാകാം. പിന്നെ ചില ആളുകളൊക്കെ ഇത് പറയുന്നത് കാണണ്ട, ശബ്ദം മാത്രം കേട്ടാൽ മതി എന്നുള്ളവർക്ക് അങ്ങനെ കുറെ ആൾക്കാർ സ്വീകരിച്ചു പോയി. പിന്നെ ആ ഇടങ്ങേറില്ലല്ലോ എന്നുള്ളവർക്ക് അത് പറയുന്നത് മാത്രം കേൾക്കുക, ശബ്ദം മാത്രം കേൾക്കുന്ന, പിന്നെ അത് കാണണ്ടല്ലോ. എന്താ സഹോദരങ്ങൾ, എല്ലാ സംഗതികളിലും കാണാം ഇങ്ങനെ. നമ്മൾ നന്മക്ക് വേണ്ടി, വിശുദ്ധ ഖുർആൻ നമ്മളോട് മത്സരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി, നന്മക്ക് വേണ്ടി നമ്മുടെ സമയം മുന്നോട്ട് കൂടുതൽ ചെലവഴിക്കണം. ഉപദേശങ്ങളൊക്കെ നല്ലോണം കേൾക്കുന്നതോടൊപ്പം ആഖിറത്തിലേക്ക് വേണ്ടി മത്സരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ ചില കാര്യങ്ങളൊക്കെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി ജാഗരൂകരാകും.